വാർത്തകളിലേക്ക് വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഗഗൻയാൻ ദൗത്യത്തിനുള്ള സഞ്ചാരികളെയും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. BJPയുടെ കേരള പദയാത്ര സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ഏത് തരത്തിലുള്ള ഒരു സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്? VSSലെ പരിപാടികൾ തുടങ്ങിയോ? ലിബീഷ്, അല്പനേരം മുൻപാണ് പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തിയത്. വിമാനത്താവളത്തിൽ എത്തി എന്ന് മാത്രമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടിട്ടില്ല. ഉടൻ തന്നെ അവിടെ നിന്നും വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്ക് പുറപ്പെടും. അവിടെ വിവിധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ഏതായാലും ഗഗൻയാൻ പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട 4 പേരുടെ പേരുകൾ പ്രഖ്യാപിക്കും. അതിൽ ഒരു മലയാളി കൂടി ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബഹിരാകാശ സഞ്ചാരികളെ തിരഞ്ഞെടുക്കുന്ന 4 പേർക്കും ആസ്ട്രോണറ്റ് ബാഡ്ജും സമ്മാനിക്കും. ഏതായാലും വിവിധ തരം പരിപാടികൾ അവിടെ ഉദ്ഘാടനം ചെയ്തതിനു ശേഷമായിരിക്കും അദ്ദേഹം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുക. സെൻട്രൽ സ്റ്റേഡിയത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിക്കുന്ന പരിപാടിയിൽ അവരുടെ സമാപന സമ്മേളനമാണ്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ജനങ്ങളുമായി സംവദിക്കും. അതിനായാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കമായിരിക്കും പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തുന്നതോടെ സംഭവിക്കുക എന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുന്നോടിയായുള്ള സന്ദർശനം തന്നെയാണ്. ഈ വർഷം ആദ്യമായാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത്. ആ ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ സന്ദർശനത്തിനുണ്ട്. ഏതായാലും ഇപ്പോൾ പ്രധാനമന്ത്രി തലസ്ഥാനത്ത് വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഉടൻ തന്നെ VSSയിലേക്ക് പുറപ്പെടും. അതിനുശേഷം 12 മണിയോട് കൂടി മാത്രമാണ് ഇവിടേക്ക് എത്തുക, സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക്. ലബീഷ്, വിഷ്ണു, സെൻട്രൽ സ്റ്റേഡിയത്തിൽ BJPയുടെ പരിപാടിക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? വലിയ രീതിയിലുള്ള ഒരു ശക്തി പ്രകടനമാണ് BJP ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരം BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്. ദേശീയ നേതൃനിരയിലെ ഒരു പ്രമുഖൻ തന്നെ അവിടെ മത്സരത്തിനെത്തുമെന്നുള്ള അഭ്യൂഹം വളരെ ശക്തമാണ്. ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പരിപാടിയുടെ രാഷ്ട്രീയ പ്രാധാന്യം? ലിബീഷ്, ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള സ്വീകരണത്തിനായുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. പ്രധാനമന്ത്രി എത്തുന്നതോടെ തന്നെ വലിയ രീതിയിലുള്ള വരവേൽപ്പ് അദ്ദേഹത്തിന് നൽകും. അതോടൊപ്പം തന്നെ 1,00,000-ലധികം പേരാണെന്ന് പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് BJP ജില്ലാ നേതൃത്വം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. രാവിലെ മുതൽ തന്നെ നിരവധി പ്രവർത്തകരടക്കമുള്ള ആളുകളും BJP അനുഭാവികളടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ പല മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെയും ഇവിടെ എത്തിക്കഴിഞ്ഞു. അതുപോലെ സുരക്ഷയുടെ കാര്യത്തിലും വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. ഇപ്പോൾ തന്നെ പ്രദേശത്തൊക്കെ ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രദേശമെല്ലാം അടച്ച് കൃത്യമായ പരിശോധനയിലൂടെയാണ് അകത്തേക്ക് ആളുകളെ കയറ്റിവിടുന്നത്. പ്രധാനമന്ത്രി എത്തുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഒരു വലിയ ജനത്തിരക്ക് തന്നെ ഇവിടെ ഉണ്ട്. രാഷ്ട്രീയ നീക്കത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തലസ്ഥാനത്ത് അദ്ദേഹം എത്തുന്നതോടെ BJP രാഷ്ട്രീയത്തിനൊരു മുൻകൈ ഉണ്ടാകുമെന്ന് തന്നെയാണ് BJP പ്രവർത്തകർ കരുതുന്നത്. ഏതായാലും തലസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ പ്രധാനമന്ത്രി എത്തുന്നതിന്റെ സ്വാധീനം ഏതായാലും ഉണ്ടാകുമെന്ന് തന്നെയാണ് BJP പ്രവർത്തകരും നേതൃത്വവും ഒക്കെ കരുതുന്നത്. ഏതായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആരാകും സ്ഥാനാർത്ഥി എന്ന അടക്കമുള്ള കാര്യത്തിൽ. പക്ഷേ ഇപ്പോഴും ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുത്തിട്ടില്ല. ഏതായാലും കേന്ദ്ര നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ആരാണ് മത്സരിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുക. ഏതായാലും ഇതുവരെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും പ്രധാനമന്ത്രി എത്തുന്നതോടെ സംസ്ഥാനത്ത് BJPയുടെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശക്തി കുറച്ചുകൂടി പ്രകടമാകാനാണ് സാധ്യതയെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ലബീഷ്, ശരി വിഷ്ണു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. സന്ദർശനത്തിൻ്റെ വിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ പങ്കുവച്ചത്.